ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 കപ്പ് പുട്ടുപൊടി മതിയെന്നേ. അപ്പോൾ ആദ്യം 1 കപ്പ് പുട്ടുപൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് മിക്സ് ആക്കിയിട്ട് 1 കപ്പ് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒന്നങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങാ ചിരവിയതും 2 ചെറിയുള്ളിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ കുറച്ചുകൂടി തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1/2 കപ്പിൻ്റെ അടുത്ത് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചാർന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നല്ല പോലെ തന്നെ അങ്ങോട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി മാറ്റണം ഇതുപോലെ. ഇനി അതിൽ നിന്നൊരു പോർഷൻ എടുത്ത് ഓയിൽ ബ്രഷ് ചെയ്തൊരു കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് ഒരു ചപ്പാത്തി കോല കൊണ്ട് കുറച്ച് കനത്തിലൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതുപോലൊരു ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ എല്ലാം ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കുറച്ചും കൂടി കട്ടി കുറച്ചുകൂടി വട്ടത്തിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കാം. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഇതിട്ട് കൊടുക്കാൻ. പിന്നെ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല തിളച്ച വെള്ളം തന്നെ ഉപയോഗിച്ച് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് അകം നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഇനി ഒരു വശാകുന്ന സമയത്ത് ഒന്നങ്ങ് തിരിച്ചൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്താൽ ഒട്ടും എണ്ണ ഓടിക്കാത്ത പൊരിച്ച പത്തിരി റെഡി. നല്ല ചൂടൻ പത്തിരിയും 1 ഗ്ലാസ് കട്ടനും.